വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം. വിശുദ്ധർക്കുള്ള ധനശേഖരണത്തെപ്പറ്റി. ഗലാത്തിയായിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ച പോലെ നിങ്ങളും ചെയ്യുക. ആഴ്ചയുടെ ആദ്യ ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വരുമാനമനുസരിച്ച് ഒരു തുക മാറ്റി സൂക്ഷിക്കണം. ഞാൻ വരുമ്പോൾ പിരിവ് നടത്താതിരിക്കാനാണത്. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നതിനായി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ഞാൻ അയക്കാം. ഞാൻ പോകുന്നത് ഉചിതമെങ്കിൽ അവരും എന്നോടൊപ്പം പോരട്ടെ. ഞാൻ മക്കദോനിയായിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം. കാരണം എനിക്ക് മക്കദോനിയ വഴിയാണ് പോകേണ്ടത്. എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കണമെന്നുണ്ട്, കഴിയുമെങ്കിൽ ശീതകാലം മുഴുവൻ. പിന്നീട് എനിക്ക് പോകേണ്ടിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്രയാക്കുമല്ലോ. ഇപ്പോൾ അതുവഴി വരുമ്പോൾ തിടുക്കത്തിൽ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം കർത്താവ് അനുവദിച്ചാൽ കുറേ കാലം നിങ്ങളോടൊപ്പം താമസിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എന്നാൽ പെന്തക്കോസ്ത വരെ ഞാൻ എഫേസോസിൽ താമസിക്കും. കാരണം ഫലദായകവും വിശാലവുമായ ഒരു വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയേറെയുണ്ട്. തിമോത്തേയോസ് നിങ്ങളുടെ അടുത്ത് വന്നാൽ അവൻ ഭയരഹിതനായി നിങ്ങളോടുകൂടെ വസിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവനും എന്നെപ്പോലെ കർത്താവിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. ആകയാൽ ആരും അവനെ നിന്ദിക്കരുത്. എൻ്റെ പക്കലേക്ക് വരുന്നതിന് സമാധാനത്തോടെ അവനെ യാത്രയാക്കണം. സഹോദരരോടൊപ്പം അവനെ ഞാൻ കാത്തിരിക്കുന്നു. ഇനിയും സഹോദരൻ അപ്പോളോസിനെപ്പറ്റി. മറ്റ് സഹോദരരോടൊന്നിച്ച് നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ അവനോട് കുറേ അപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ വരാൻ അവന് ഒട്ടും ഇഷ്ടമല്ല. അവസരം കിട്ടുമ്പോൾ അവൻ നിങ്ങളെ സന്ദർശിക്കും. ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, ധീരരും ശക്തരുമാകുവിൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. സഹോദരരെ, ഞാൻ ഇതാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അക്കിയായിലെ ആദ്യഫലം സ്തഫാനാസിൻ്റെ കുടുംബമാണെന്നും അവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവർക്കുമെല്ലാം നിങ്ങൾ വിധേയരായിരിക്കണം. സ്തഫാനാസും ഫോർത്തുനാത്തൂസും അഗായിക്കോസും വന്നുചേർന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു. കാരണം നിങ്ങളുടെ അഭാവം അവർ പരിഹരിച്ചു. അവർ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിന് ഉന്മേഷം പകർന്നു. ഇങ്ങനെയുള്ളവരെ അംഗീകരിക്കുക. ഏഷ്യയിലുള്ള സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. അക്വിലായും പ്രിസ്കായും അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയും കർത്താവിൽ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദനം ചെയ്യുന്നു. സകല സഹോദരരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. പൗലോസായ ഞാൻ സ്വന്തം കൈപ്പടയിൽ അഭിവാദനം രേഖപ്പെടുത്തുന്നു. ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കാതിരുന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവേ, വന്നാലും കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ. ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹം നിങ്ങൾ എല്ലാവരോടും കൂടെ.